ഇന്ന് പുട്ടുപൊടി വെച്ചിട്ട് നെയ്പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത്. നെയ്പത്തിരി, നെയ്പത്തൽ, പൊരിച്ച പത്തിരി എന്നൊക്കെ പറയും. നിങ്ങൾ അവിടെ എന്താണ് പറയാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി വരും. അതിനനുസരിച്ച് പിന്നെ വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാലും നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ ഒരു ചൂടോടെ തന്നെ മൂടി വെച്ച് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഇതിലേതെങ്കിലും ഒരു ജീരകം എടുത്താൽ മതി. പിന്നെ അത്യാവശ്യം തേങ്ങ ചീരകം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 5-6 അല്ലി ചെറിയുള്ളി മതി കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ അതിനനുസരിച്ച് തേങ്ങയും ചെറിയുള്ളിയൊക്കെ എടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചതച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ കൂടിപ്പോയാൽ നമുക്ക് അരിപ്പൊടി വെച്ച് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നെയ്പത്തിരി ആകുമ്പോൾ കുറച്ച് നെയ്യൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുപോലെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു പ്ലാസ്റ്റിക് കവറാണ് നമുക്ക് എടുക്കേണ്ടത്. അതെടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. നടു ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഓരോ ഉണ്ടയും വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഒരു ഉണ്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ചു എന്ന് കരുതുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് പരത്തിയെടുക്കേണ്ട, ചെറിയൊരു തിക്നെസ് ഇതുപോലെ നമുക്ക് വേണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തത്. കുറച്ച് കട്ടി വേണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അതിന് ശേഷം നമ്മൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ നെയ്പത്തൽ അഥവാ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇക്കാക്ക് ഗൾഫിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കിട്ടിയാണ്ടല്ലോ പ്ലേറ്റ് കാലിയാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ? അപ്പോൾ വേഗം സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ, ടാറ്റ, ബൈ ബൈ.